ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഇന്നും ഹൈറിച്ചിന്റെ വിധി ദിനമാണ്. എല്ലാ ദിവസവും ഒരുപാട് ദിവസമായി ഇത് പുലി വരുന്നേ എന്ന് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇന്നാണ് ശരിക്കുള്ള പുലി, ചിലപ്പോൾ ഇന്നാണ് വരിക. അപ്പോൾ ഈ വീഡിയോ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ കമ്പനിയുടെ 3100 കോടി ടേൺ ഓവറുള്ള കമ്പനിയുടെ സിഇഒയുമായി സംസാരിച്ചതിൻ്റെ വോയിസ് നിങ്ങളൊക്കെ കേട്ട് കാണും. ചില ഗ്രൂപ്പുകളിലൊക്കെ അത് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ ഈ കമ്പനി ഇനി തുറന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീമതി ശ്രീനാ പ്രതാപൻ പറഞ്ഞിരിക്കുന്നത് വെറും 3.5 കോടി ആൾക്കാർ മാത്രമേ ഫണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അവരുടെ പൈസ കൊടുത്തിട്ട് നമ്മൾ പുതിയൊരു ബിസിനസ് ആരംഭിക്കും എന്നുള്ളതാണ്. എന്തായാലും അവർക്കറിയാം നമ്മുടെ OTTയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ID എന്നുള്ള പറയുന്ന 10,000-ൻ്റെ ഡെപ്പോസിറ്റ് സ്കീമുകളോ ഇനി പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പ്രതാപൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പ്രതാപൻ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു, അതുപോലെ തന്നെ വിദേശത്തേക്ക് പണം കടത്തി, പോൺസി സ്കീം നടത്തി എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷമാണ്. അപ്പോൾ ആ ഒരു 10 വർഷത്തിൻ്റെ ഇനിയിപ്പം കേസ് നീണ്ടുപോവുകയാണെങ്കിൽ ഒരു 5 വർഷമൊക്കെ ആയി കഴിഞ്ഞാൽ കോടതി ഇദ്ദേഹത്തെ ജാമ്യം അനുവദിക്കും എന്നുള്ളതാണ്. എന്താ മാക്സിമം ശിക്ഷയുടെ പകുതി ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വിധി കഴിഞ്ഞതിന് ശേഷം നീ വന്ന് കിടന്നാൽ മതി എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ചുരുങ്ങിയത് ED പിടിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് മാത്രമേ പുറം ലോകം കാണുകയുള്ളൂ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നത് കമ്പനി വന്നില്ലെങ്കിലോ പക്ഷേ നമുക്കിട്ട പണം വേണമെന്നുള്ളതാണ്. അവിടെയാണ് ശ്രീമതി ശ്രീനാ പ്രതാപൻ പറഞ്ഞിരിക്കുന്നത് വെറും 3.5 കോടി പൈസ മാത്രമേ ആവശ്യമുള്ളൂ. ആ ഒരു 3.5 കോടി എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതിൽ ഈ 3.5 കോടി എന്ന് പറയുന്നത് ഇവരുടെ വക്കീല് പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണ്. വെറും 35 പരാതിയേ ഉള്ളൂ, അപ്പോൾ 3.5 കോടിയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. ആ ഒരു പരാതിയുടെ എണ്ണമൊക്കെ കഴിഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം 55 56 ഒക്കെയാണ് പരാതികൾ FIR ഇട്ടത് എന്നുള്ളതാണ്. ഇനി കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ കമ്പനിയുടെ വക്കീലിനും അറിയാം, ശ്രീനാ പ്രതാപനും അറിയാം, എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങൾക്ക് പണം ലഭിക്കണമെങ്കിൽ ഒറ്റൊരു വഴിയേ ഉള്ളൂ. നിങ്ങൾ FIR ഇട്ട് നിങ്ങൾ EDയുടെ കോടതിയിൽ പിന്നെ ഒരു കംപ്ലൈൻറ്റ് ക്ലെയിം പെറ്റീഷൻ അവിടെ സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ഇനിയിപ്പോൾ എന്താണോ ഈ കമ്പനി തോറ്റാലും ജയിച്ചാലും നമുക്ക് പണം കിട്ടുമെന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അത് വെറും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ്. EDയുടെ കയ്യിൽ നിന്ന് മാത്രമാണ് ഇനി പണം ലഭിക്കുകയുള്ളൂ. എത്രയാണോ FIR ഉള്ളത്, എത്രയാണോ ക്ലെയിം ഉള്ളത്, അത് മാത്രമേ ഈ 275 കോടിയിൽ നിന്ന് റിലീസ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ബാക്കിയൊക്കെ കേന്ദ്ര സർക്കാരിലേക്ക് പോകും എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പിന്നെ വലിയ പ്രതീക്ഷകളായിരിക്കാം. പക്ഷേങ്കിൽ ആ പ്രതീക്ഷകളൊക്കെ നല്ലത് തന്നെയാണ്. എന്തായാലും പാനിക്കാവാതെ പ്രതീക്ഷയിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. എന്തായാലും അടുത്ത് തന്നെ ഈ ഗ്രൂപ്പുകളിൽ അപ്ഡേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കാതെ വല്ല പണിക്കും പോയി കഴിഞ്ഞാൽ കുടുംബ പട്ടിണിയാവില്ല എന്നാണ് പറയാനുള്ളത്. ബൈ.